നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ FMCG സെക്ടറിൻ്റെ ഒരു സെൽ ഓഫ് കാരണം മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പക്ഷേ വിപ്രോയും L&T പോലെയുള്ള കമ്പനീസിൽ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് കണ്ടു. ബൈയിങ് കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നലെ ബൈ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആരാണ് ബൈ ചെയ്തത് എന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ 724 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ ഞെട്ടാൻ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ DAS ഇന്നലെ 1648 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിങ് നടത്തുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടക്കുന്നത്. ഇനിയിപ്പോൾ FIs സെല്ല് ചെയ്താൽ DAs ബൈ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളത് കണ്ടിട്ടുമുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിനു ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. തായ്വാൻ സെയിലിലെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വാർത്തകളൊന്നും അത്ര നല്ലതല്ല. ലോകത്തിലെ എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ഏറ്റവും വലിയ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ് വരാനുള്ളത് ഡിസംബർ 11-ാം തീയതി, അതായത് നാളെ US നിന്ന് പണപ്പെരുപ്പ നിരക്ക് വരുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധം മറ്റുള്ള അങ്ങനെയുള്ള ഡേറ്റ പോലെയല്ല ഇൻഫ്ലേഷൻ ഡയറക്റ്റ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 12-ാം തീയതിയാണ്. അതിനുശേഷം ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയും വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ തന്നെ നോക്കാം. ബിറ്റ്കോയിൻ വലിയൊരു ഫോള്, 97,000, $4,000 ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ 71, ഗോൾഡ് 2,660, ഇന്ത്യ വിക്സ് കാണാം 14, ഡോ ഫ്യൂച്ചർ ഇപ്പോഴും നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്, എന്നാൽ ഓസ്ട്രേലിയ നെഗറ്റീവാണ്. കോസ്പി കൊറിയ പോസിറ്റീവാണ്, എന്നാൽ ചൈന ഷാങ്ഹായ് ഇടിവിലാണ്. FTSE CAC 40 UK ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായിരുന്നു, എന്നാൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 38% ഇടിഞ്ഞു. ഡോയും നാസ്ഡാക്കും US മാർക്കറ്റ് രണ്ടും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇൻഫോസിസും വിപ്രോയിലും HDFCയും പ്രശ്നങ്ങളില്ല. ICICI ബാങ്ക് 0.5% ഇടിഞ്ഞു. റിലയൻസ് GDRൽ 1% ഇടിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ഭാരത് ഇലക്ട്രോണിക് കമ്പനിയാണ്. 634 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 8,900 കോടി രൂപയുടെ ഓവറോൾ ഓർഡർ ഇവർക്ക് കിട്ടി. ടാറ്റ മോട്ടേഴ്സും അവസാനം ഇവരുടെ പാസഞ്ചർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ എല്ലാം തന്നെ വില 3% വരെ ജാനുവരി മുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസാണുള്ളത്. വോഡാഫോൺ ഐഡിയയുടെ ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. ഇവർ 1,980 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. ബ്രൂക്ക്ഫീൽഡ് REIT കമ്പനി, ഇതൊരു REIT കമ്പനിയാണ്. അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. സ്ഥലം വാങ്ങുക, ബിൽഡിങ് പണിയുക, ആ ബിൽഡിങ് റെൻറ്റ് കൊടുത്ത് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് REIT കമ്പനീസ് ചെയ്യുന്നത്. ഇവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ 2,800 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള ട്രേഡ് ചെയ്യുന്ന പ്രൈസിൽ നിന്ന് 4% ഡിസ്കൗണ്ട് പ്രൈസിലാണ്. സെഞ്ചൈൻ കമ്പനി ബയോകോൺ ഫാർമ കമ്പനിയാണ്. അപ്പോൾ സെഞ്ചൈനിലുള്ള ബയോകോണിൻ്റെ സ്റ്റേക്ക് സെല്ല് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അതും നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 5% ഡിസ്കൗണ്ട് പ്രൈസിലാണ് സെല്ല് ചെയ്യുന്നത്. NHPC കമ്പനി ബോർഡ് മീറ്റിംഗ് ഡിസംബർ 12-ാം തീയതി ഉണ്ട്. അന്നത്തെ ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്ന സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും. IGL കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ബോർഡ് മീറ്റിങ്ങിൽ തീരുമാനമെടുക്കും. മെട്രോപോളിസ് ഹെൽത്ത് കെയർ കമ്പനി നമ്മുടെ നാട്ടിലുള്ള ലാബ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ മറ്റൊരു ഡയഗ്നോസ്റ്റിക് കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. കോർ ഡയഗ്നോസ്റ്റിക് കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. 248 കോടി രൂപ മുടക്കി. ഹാർഡ്വിൻഡ് ഇന്ത്യ കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ ഒരു ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ ഗ്ലാസ് ഫിറ്റിങ്സ് കമ്പനിയാണ്. ഭൂട്ടാനിലുള്ള ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പെന്നാർ ഇൻഡസ്ട്രീസ് കമ്പനി 634 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. JSW സ്റ്റീൽ കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ ഓപ്പറേഷൻ ഇന്ത്യയിലെ ഓപ്പറേഷൻ സ്റ്റീൽ പ്രൊഡക്ഷൻ 5% ഉയർന്നു. എന്നാൽ US-ലുള്ള ഇവരുടെ ഓപ്പറേഷനിൽ 7% ഒരു ഇടിവുണ്ട്. മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ബിസിനസ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സെൻട്രം ക്യാപിറ്റൽ കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ്റെ ഒരു അപ്രൂവൽ സെൻട്രൽ ക്യാപിറ്റൽ കമ്പനിക്ക് ലഭിച്ചു. വിനാന്തി ഓർഗാനിക് കമ്പനി, ഇവർ 29 കോടി രൂപ വീരൽ ഓർഗാനിക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി.
ലുപ്പിൻ കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് LIC ലുപ്പിനിലുള്ള LICയുടെ നിക്ഷേപം കുറച്ചു എന്നുള്ള ന്യൂസ്. ബജാജ് ഹെൽത്ത് കെയർ കമ്പനി UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫാർമ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. DCM ശ്രീരാം കമ്പനി ഇവർ JSW എനർജി ആയിട്ട് ഒരു 57 കോടി രൂപയുടെ ഒരു സോളാർ ഹൈബ്രിഡ് റിന്യൂവബിൾ പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനമായി. മെട്രോപോളിസ് ഹെൽത്ത് കെയറിൻ്റെ ന്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടു. ICC പ്രൊഡൻഷ്യൽ ലൈഫ് ഇവിടെ പ്രീമിയം ഗ്രോത്ത് ഇയർ ഓൺ ഇയർ 149% വർദ്ധിച്ചു. ICG ഹെവി എഞ്ചിനീയറിംഗ് കമ്പനി ട്രൈം എക്സലായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. HMA അഗ്രോ കമ്പനി ഇവർ മീറ്റ് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അൾട്രയാൻ എക്സ്പോർട്ട് എന്ന് പറയുന്ന കമ്പനിയായിട്ട് ബിസിനസ് സൈൻ ചെയ്തു. റെയിൽടെൽ കമ്പനി ഹരിയാന സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി. IRB ഇൻഫ്ര ഇവിടെ ടോൾ കളക്ഷൻ 23% വർദ്ധിച്ചതായിട്ട് കമ്പനി അഭിപ്രായപ്പെട്ടു. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് മറ്റൊരു പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.